ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരു പുതിയ പുസ്തക പഠനം ഇന്ന് ആരംഭിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ഇപ്പോൾ ഈ ക്ലാസ് ഉണ്ടായിരിക്കുന്നത്. ബുധനാഴ്ച നാം നടത്തുന്ന മരണശേഷം എന്ത് എന്ന ക്ലാസിൻ്റെ പൂർത്തീകരണത്തിന് ശേഷം ആഴ്ചയിൽ 2 ദിവസമായി ഈ ക്ലാസ് വർദ്ധിപ്പിക്കുന്നതാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. ഇന്ന് നാം 1-ാമത്തെ അവതരണത്തിലാണ്. ആമുഖമായി ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. 2-3 ക്ലാസ്സുകളിൽ ആമുഖമായി ചില കാര്യങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യും. യെശയ്യാ പ്രവാചകൻ അല്ലെങ്കിൽ യെശയ്യാ പ്രവാചകന്റെ പ്രവചന പുസ്തകം ബൈബിളിലെ പ്രവചന പുസ്തകങ്ങളിൽ, എഴുതപ്പെട്ട പ്രവചന പുസ്തകങ്ങളിൽ ആദ്യത്തേതാണ്. പഴയ നിയമത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവാചക പുസ്തകങ്ങളിൽ ഒന്നാണ് യെശയ്യാ പ്രവാചകൻ. 66 അധ്യായങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. വലിയ പ്രവാചകന്മാർ, ചെറിയ പ്രവാചകന്മാർ എന്ന പേരിൽ ബൈബിളിലെ പ്രവചന പുസ്തകങ്ങൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വലിയ പ്രവാചകന്മാർ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ പ്രവചന പുസ്തകമാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. 8-ാം നൂറ്റാണ്ട് BC, ക്രിസ്തുവിന് മുമ്പുള്ള 8-ാം നൂറ്റാണ്ട്. BC എന്ന് പറയുമ്പോൾ താഴേക്കാണ് എണ്ണുന്നത്. 5, 4, 3, 2, 1 എന്നതുപോലെ താഴേക്കാണ് വർഷങ്ങൾ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ 8-ാമത്തെ ക്രിസ്തുവിന് മുമ്പുള്ള 8-ാമത്തെ നൂറ്റാണ്ടിലാണ് ഐസയുടെ പ്രവചന ശുശ്രൂഷകൾ സംഭവിച്ചത്. 4 പ്രവാചകന്മാരാണ് ആ കാലഘട്ടത്തിൽ പ്രവചന ശുശ്രൂഷ ചെയ്തത്. ബാക്കി 3 പേർ ആമോസ്, ഹോസിയ, മീക്ക. ആമോസും ഹോസിയയും ഇസ്രയേൽ ഗോത്രത്തിൻ്റെ നടുവിൽ, യെശയ്യാവും മീക്കായും യഹൂദ ഗോത്രത്തിൻ്റെ നടുവിൽ. ഇസ്രയേൽ, യഹൂദ 12 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രയേൽ എന്ന രാജ്യം ശലോമോന്റെ കാലശേഷം തൻ്റെ മകൻ്റെ ഭരണകാലത്ത് 2ആയി വിഭജിക്കപ്പെട്ടു. 10 ഗോത്രങ്ങൾ ഇസ്രയേൽ എന്നും 2 ഗോത്രങ്ങൾ യഹൂദ എന്നറിയപ്പെട്ടു. യഹൂദയുടെ 2 ഗോത്രങ്ങൾ, മറ്റത് ബെന്യാമീനും ആണ്. ഇപ്പോൾ യഹൂദ, ബെന്യാമീൻ. ബാക്കി 10 ഗോത്രങ്ങൾ ഇസ്രയേൽ എന്നറിയപ്പെട്ടു. അതായത് വടക്ക് രാജ്യം എന്നറിയപ്പെട്ടു. യഹൂദയെ തെക്കൻ രാജ്യം എന്നും വിളിക്കാറുണ്ട്. യെശയ്യാവിൻ്റെ കാലഘട്ടത്തെ ഒന്ന് നോക്കാം. അല്പം ചരിത്ര വിവരണങ്ങളാണ്, എങ്കിലും ഇത് പുസ്തക പഠനത്തിന് ആവശ്യമാണ്. ഈ പുസ്തകം എഴുതപ്പെട്ട പ്രവാചകൻ തൻ്റെ ജീവിതം, തൻ്റെ ശുശ്രൂഷകൾ യഹൂദ രാജ്യത്തിൽ ചുറ്റിപ്പറ്റിയുള്ളതാണ്. കാരണം 2 ഗോത്രങ്ങൾ നടക്കുന്ന യഹൂദ ഗോത്രങ്ങൾ, അവരിൽ നിന്നാണ് ക്രിസ്തു കടന്നു വരേണ്ടത്. യഹൂദ ഗോത്രം, യഹൂദയുടെ സിംഹം എന്നറിയപ്പെടുന്ന ദൈവപുത്രൻ കടന്നു വരുന്നത് ഈ ഗോത്രത്തിൽ നിന്നാണ്. അപ്പം യഹൂദ രാജ്യത്തിലാണ് തൻ്റെ ശുശ്രൂഷകൾ. 8-ാം നൂറ്റാണ്ട് BC-യിൽ, AD അല്ല, BC 8-ാം നൂറ്റാണ്ടിൽ. അപ്പോൾ ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയമായും ധാർമ്മികമായും വലിയ സംഘർഷം പാലസ്തീനിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ 8-ാം നൂറ്റാണ്ട് BC. ഇസ്രയേൽ രാജ്യം ഏകദേശം തകർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. മറുവശത്ത് അസീറിയ എന്ന സാമ്രാജ്യം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇസ്രയേലിൻ്റെ തകർച്ച, 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രയേലിൻ്റെ തകർച്ച ധാർമ്മികമായും എല്ലാ തരത്തിലും തകരുകയാണ്. അവിടെയുള്ള മിക്ക രാജാക്കന്മാരും ദുഷ്ടന്മാരായിരുന്നു. മറുവശത്ത് അതേ സമയത്ത് അസീറിയ എന്ന രാജ്യം ഉയർന്നു വരുന്നു. ഈ സമയത്ത് തെക്കൻ രാജ്യമായ യഹൂദ വളരെ ബുദ്ധിമുട്ട് നേരിട്ടു. കാരണം ആരുടെയും പക്ഷം പിടിക്കാൻ പറ്റില്ല. ഇസ്രയേലിൻ്റെ പക്ഷം പിടിക്കാൻ പറ്റില്ല, അസീറിയയുടെ പക്ഷം പിടിക്കാൻ പറ്റില്ല. അതൊരു ചെറിയ രാജ്യമാണ്. 2 ഗോത്രങ്ങൾ മാത്രം അടങ്ങുന്ന രാജ്യമാണ് ഈ തെക്കൻ ഗോത്രമായ യഹൂദ. ഇസ്രയേലിൽ ഈ കാലഘട്ടത്തിൽ, യെശയ്യാവിൻ്റെ ഈ ശുശ്രൂഷയുടെ കാലഘട്ടത്തിൽ 8 രാജാക്കന്മാരാണ് ഭരണം നടത്തിയത്. യഹൂദയിൽ 5 രാജാക്കന്മാർ. കൂടാതെ അസീറിയയിൽ ഈ സമയത്ത് 8 രാജാക്കന്മാരുടെ ആധിപത്യം കാണാം. യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് ഉസിയ രാജാവ് മരിച്ച വർഷമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് കേൾക്കാം: ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ. അവിടെയാണ് കർത്താവ് യെശയ്യാവിനെ വേർതിരിക്കുന്നത്. അപ്പോൾ ഉസിയ രാജാവ് മരിച്ച ആണ്ടിലാണ് യെശയ്യാ പ്രവാചകൻ തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത്. അത് തുടർന്ന് ജോതാം, ആഹാസ്, എസക്കിയ
എന്ന രാജാക്കന്മാരുടെ കാലഘട്ടത്തിലും നീണ്ടുനിന്നു. യെശയ്യാ പ്രവചന പുസ്തകത്തിന്റെ 1-ാം വാക്യം വായിച്ചാൽ ആ പശ്ചാത്തലം കാണാം. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസ്സിയാവ്, യോഥാം, ആഹാസ്, യെഹെസ്കേൽ എന്നിവരുടെ കാലത്ത്, ഇപ്പൊ ഈ 4 രാജാക്കന്മാരുടെ ഭരണകാലത്തിലാണ് യെശയ്യാ പ്രവാചകന്റെ ശുശ്രൂഷ നടക്കുന്നത്. ഇപ്പൊ ഈ ഇസ്രായേലിലെ രാജാക്കന്മാരെ സംബന്ധിച്ച് ഒരു രാജാവിന്റെ പേര് മാത്രമാണ് കൊടുത്തിട്ടുള്ളത് യെശയ്യാവിന്റെ പുസ്തകത്തിൽ. ഇസ്രായേൽ രാജാക്കന്മാരിൽ പല രാജാക്കന്മാരുണ്ട്, മിക്കവരും ദുഷ്ടന്മാരാണ്. പക്ഷെ 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ രാജാവിന്റെ പേര് കൊടുത്തിരിക്കുന്നത് പെക്ക എന്ന പേരാണ്. 7-1 വായിക്കാം. ഉസ്സിയാവിന്റെ മകനായ യോഥാമിന്റെ മകനായ യഹൂദ രാജാവായ ആഹാസിന്റെ കാലം. യഹൂദയിൽ ആഹാസ് ഭരിക്കുന്ന കാലത്ത് അരാമ്യ രാജാവായ രസീനും രമല്യാവിന്റെ മകനായ ഇസ്രായേൽ രാജാവായ പേക്കഹും. ഇപ്പൊ ഇസ്രായേൽ രാജാവായ പേക്കഹ് എന്ന രാജാവിന്റെ പേര് മാത്രമാണ് ഇവിടെ. അപ്പോൾ ഈ 2 രാജ്യങ്ങൾ മനസ്സിലായി വ്യക്തമായി ബോധ്യപ്പെട്ടിരിക്കണം. ഇസ്രായേൽ, യഹൂദ. മറുവശത്ത് അസീറിയ ഇങ്ങനെ കയറി വരികയാണ്. ധാർമ്മികമായും രാഷ്ട്രീയമായും ഇസ്രായേൽ അധംപതിച്ചുകൊണ്ടിരിക്കുന്നു. അസീറിയയിലെ 2 രാജാക്കന്മാരുടെ പേരുകൾ യെശയ്യാവിന്റെ പ്രവചന പുസ്തകത്തിലുണ്ട്. ഒന്ന് 20-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്ന സർഗോൺ രണ്ടാമൻ. അസൂർ രാജാവായ സർഗോന്റെ കൽപ്പന. അസൂർ എന്ന് പറഞ്ഞാൽ അസീറിയ. അതിലെ രാജാവായ സർഗോൺ രണ്ടാമനാണ്. കൂടാതെ 36-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും 37-ന്റെ 17-ലും 21-ലും 37-ലും പറയുന്ന അസീറിയയിലെ മറ്റൊരു രാജാവാണ് സെനക്കേരീബ്. 36-ന്റെ 1-ൽ ഹിസ്കിയ രാജാവിന്റെ 14-ാം ആണ്ടിൽ അസൂർ രാജാവായ സൻഹേരീബ്, ഇംഗ്ലീഷിൽ സെനക്കേരീബ് എന്ന് പറയുമ്പോൾ മലയാളത്തിൽ സൻഹേരീബ് എന്ന പേരാണ് കൊടുക്കുന്നത്. അത് 37-ന്റെ 17-ലും 37-ന്റെ 21-ലും 37-ന്റെ 37-ലും ഉണ്ട്. അപ്പോൾ അസീറിയയിലെ 2 രാജാക്കളുടെ പേരുകളാണ് ഈ പ്രവചന പുസ്തകത്തിലുള്ളത്. ഒന്ന് സർഗോൺ രണ്ടാമൻ, മറ്റൊന്ന് സെനഹേരീബ്. അവരുടെ പേരുകൾ ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നു. ഈ സമയത്ത് ഈജിപ്തും സിറിയയും ചെറിയ പങ്ക് ഈ 8-ാം നൂറ്റാണ്ട് BC-യിൽ ഈ സമ്മർദ്ദം ചെലുത്തിയിരുന്നു യഹൂദയുടെ മേലും ഇസ്രായേലിന്റെ മേലുമൊക്കെ. ഈ കാലഘട്ടം ഗൂഢാലോചനയുടെ കാലഘട്ടമാണ്. കാരണം സിറിയ, പാലസ്തീൻ പ്രദേശത്തുള്ള രാജ്യങ്ങൾ ഒരു സഖ്യത്തിന് വേണ്ടി, ഒരു കൂട്ടുകെട്ടിന് വേണ്ടി ആഗ്രഹിക്കും. കാരണം മറുവശത്ത് അസീറിയ ഇങ്ങനെ ഉയർന്നു വരികയാണ്. അസീറിയക്ക് കപ്പം കൊടുക്കണം, ചുങ്കം കൊടുക്കണം, നികുതി കൊടുക്കണം, ബഹുമാനം കൊടുക്കണം. അവരിങ്ങനെ സമർത്ഥമായി ബലത്തോടുകൂടി വളരുകയാണ്. അപ്പോൾ ഓരോ വർഷം കഴിയുന്തോറും മറ്റ് രാജ്യങ്ങൾ ഒരുമിച്ച് സഖ്യത ആലോചിക്കുന്നു, ഗൂഢാലോചനകൾ നടത്തുകയാണ്. അസീറിയക്ക് നമ്മൾ ചുങ്കം കൊടുക്കണോ, കപ്പം കൊടുക്കണോ, അതോ അവർക്കെതിരെ പോരാടണോ, യുദ്ധത്തിന് പോകണമോ എന്ന ചിന്താഗതിയുണ്ട്. അപ്പോൾ അവര് കഴിയുന്നിടത്തോളം മറ്റ് സഖ്യകക്ഷികളെ കൂടെ നിർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, സൈന്യ ബലം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. കാരണം അസീറിയയെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു കാലഘട്ടം വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് 750 മുതൽ താഴേക്ക് 700 വരെ BC വരെയുള്ള കാലഘട്ടം വളരെ പ്രധാനമാണ്, വളരെ നിർണായകമായ കാലഘട്ടമാണ്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് തിഗ്ലത്ത് പിലേസർ മൂന്നാമൻ, അദ്ദേഹത്തെ പുൾ എന്ന പേരിൽ അറിയപ്പെടും, അസീറിയയുടെ രാജസ്ഥാനം പിടിച്ചെടുത്തു. തിഗ്ലത്ത് പിലേസർ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം 745 BC മുതൽ 727 BC വരെയാണ് അസീറിയയുടെ മേൽ വാണത്. അദ്ദേഹം ഭരിക്കുന്ന സമയത്ത് തെക്കും വടക്കും കിഴക്കുമെല്ലാം തൻ്റെ അതിർത്തികൾ താൻ വിശാലമാക്കി. തൻ്റെ പലതരത്തിലുള്ള തന്ത്രങ്ങൾ കൊണ്ടും, ആയോജന തന്ത്രങ്ങളും യുദ്ധതന്ത്രങ്ങളും സൈനിക ബലങ്ങളുമൊക്കെ ഉപയോഗിച്ച് കുതിരകളെ കൂടുതലായിട്ട് വർദ്ധിപ്പിച്ച് തൻ്റെ അതിരുകൾ താൻ ബലപ്പെടുത്തി. അപ്പോൾ ഇവിടെ തൻ്റെ അതിരിലുള്ള മറ്റ് രാജ്യങ്ങളെ താൻ കീഴടക്കുന്നതിൻ്റെ പേരിൽ അവരിൽ നിന്നുള്ള വിധേയത്വം ആവശ്യപ്പെട്ടു. തുടർച്ചയായി കപ്പം കൊടുക്കുന്ന കൂടാതെ വിധേയത്വം ആവശ്യപ്പെട്ടു. തൻ്റെ സാമ്രാജ്യത്തോട് ആരെങ്കിലും എതിർത്ത് കഴിഞ്ഞാൽ അവരെ പിടിച്ചു കെട്ടുകയോ ഒന്നുകിൽ കൊല്ലുകയോ അവരെ നാട് കടത്തുകയോ ചെയ്യുന്ന രീതിയാണ് ഈ തിഗ്ലത്ത് പിലേസർ മൂന്നാമൻ, പുൾ എന്ന പേരിൽ അദ്ദേഹം മറ്റൊരു പേരിൽ അറിയപ്പെടും, അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ ഒരു പ്രത്യേക രാഷ്ട്രീയ തന്ത്രമായിരുന്നു അവർക്കെതിരെ മത്സരിക്കുന്നവരെ നാട് കടത്തുക. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണ്? നാട് കടത്തി മറ്റു പല ജനങ്ങളുമായി കൂടിക്കലരുമ്പോൾ മത്സരത്തിനുള്ളതായ ആ ഒരു ശക്തി കുറയും. ഈ സാമ്രാജ്യത്തിനെതിരെയുള്ള മത്സരത്തിൻ്റെ ബലം കുറയും. ജനങ്ങളെ തന്നോട് അനുസരണം കാണിക്കാത്ത ജനങ്ങളെ പിടിച്ചുകെട്ടി പ്രവാസികളായി നാട് കടത്തുകയാണ്.
ഇപ്പൊ തിഗ്ലസ് പിലേസറിന്റെ പോളിസികൾ അദ്ദേഹത്തിന് പിന്തുടർന്നു വന്നതായ ഭരണാധികാരികളും തുടർന്നു വന്നു. ഇപ്പൊ അസീറിയ ഒരു വലിയ രാജ്യമായി ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റാരും അവരെ വെല്ലുവിളിക്കാനില്ല. പിന്നീടാണ് 7-ാം നൂറ്റാണ്ട് BC അവസാനമാവുമ്പോൾ ബാബിലോൺ ഉദയം ചെയ്യുന്നത്. ബാബിലോൺ കടന്നു വന്നു നിനവയെ 612 BC തകർക്കും. അസീറിയയുടെ തലസ്ഥാനമായ നിനവയെ 612 BC ബാബിലോൺ തകർത്ത് കളയും. അതോടുകൂടി അസീറിയയുടെ പതനം ആരംഭിക്കും. യഹൂദയുടെ രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെ അടുത്ത പഠനങ്ങളിൽ, ആമുഖ പഠനങ്ങളിൽ ആ രാജാക്കന്മാർ 4 രാജാക്കന്മാരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. 4 രാജാക്കന്മാരാണ് യഹൂദയിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 4 പേരുടെ പേരുകളും യെശയ്യാവ് വ്യക്തമായിട്ട് ഇതിനെ കാണിച്ചു തന്നു. അത് ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നീ 4 രാജാക്കന്മാരാണ്. ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ രാജാക്കന്മാരുടെ പുസ്തകത്തിലും ദിനവൃത്താന്ത പുസ്തകത്തിലും നമുക്ക് ലഭ്യമാണ്. യെശയ്യാ പ്രവാചകൻ വളരെ വിശ്വസ്തയോടെ തൻ്റെ ശുശ്രൂഷ നിറവേറ്റി സംഭവ ബഹുലമായ ഈ കാലഘട്ടം. ഏകദേശം പശ്ചാത്തലം നമ്മൾ കണ്ടു. ഇസ്രായേൽ ഒരു വശം തകർന്നുകൊണ്ടിരിക്കുന്നു. അസീറിയയുടെ ആധിപത്യം, ബാബിലോൺ കടന്നു വന്ന് അസീറിയെ കീഴ്പ്പെടുത്തുന്നു. യഹൂദയിലെ 4 രാജാക്കന്മാരുടെ ഭരണകാലം, യെശയ്യാവിൻ്റെ ശുശ്രൂഷയുടെ കാലം മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ യെശയ്യാവ് വളരെ വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിലകൊണ്ടു. രാജാക്കന്മാരെ എതിരിട്ടു. പ്രജകളോട് ദൈവം സംസാരിച്ചു. സഖ്യതകൾക്കെതിരെ താൻ സംസാരിച്ചു. കാരണം അവർ ഈ ജനം സഖ്യതയ്ക്ക് വേണ്ടി പിൻപറ്റുന്ന പല രാജ്യങ്ങളും ദൈവവിശ്വാസമില്ലാത്ത രാജ്യങ്ങളാണ്. അവരെ കൂട്ടുപിടിക്കുമ്പോൾ, യുദ്ധതന്ത്രങ്ങൾക്ക് വേണ്ടി യുദ്ധം ജയിക്കാനായിട്ട് അവരെ കൂട്ടുപിടിക്കുമ്പോൾ അതിലെ അപകടം പ്രവാചകൻ ചൂണ്ടിക്കാണിച്ചു. ആ പ്രവാചകന്റെ ജീവിതത്തിലേക്ക് നമുക്ക് നോക്കാം. പ്രവാചകൻ എന്ന മനുഷ്യനിലേക്ക്. ഐസയ അല്ലെങ്കിൽ യെശയ്യാവ് എന്ന പേരിൻ്റെ അർത്ഥം കർത്താവ് രക്ഷിക്കുന്നു എന്നാണ്. കർത്താവ്, ദ ലോർഡ് സേവ്സ് എന്നാണ് ആ പേരിൻ്റെ അർത്ഥം. ആമോസിന്റെ മകനാണ് യെശയ്യാവ്. തെളിവുകൾ പ്രകാരം 2 രാജാക്കന്മാർ 14:1-2 വാക്യങ്ങൾ പ്രകാരം ഒരു രാജാവിൻ്റെ സഹോദരനാണ് യെശയ്യാ പ്രവാചകൻ. അമസ്യ എന്ന രാജാവിൻ്റെ സഹോദരനാണെന്ന് ചിന്തിക്കപ്പെടുന്നു. യെശയ്യാവിൻ്റെ പേര് 54 തവണ ബൈബിളിൽ പരാമർശിച്ചിട്ടുണ്ട്. താൻ വിവാഹം കഴിച്ചത് ഒരു പ്രവാചകിയാണ്. 8-ാം അധ്യായം യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ, ഞാൻ പ്രവാചകിയുടെ അടുക്കൽ ചെന്ന് അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. ഒരു പ്രവാചകിയാണ് യെശയ്യാവ് വിവാഹം കഴിച്ചത്. അവർക്ക് 2 ആൺമക്കളാണുള്ളത്. 1-ാമത്തെ മകൻ്റെ പേര് 7-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ പറയുന്നത്, നിന്റെ മകൻ ശെയാർ യാശൂബ്. 2-ാമത്തെ മകൻ്റെ പേര് 8-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ കാണാം, മഹേർ ശാലാൽ ഹാസ് ബസ്. 7-ന്റെ 3-ലും 8-ന്റെ 3-ലും ഈ 2 മക്കളുടെ പേര് കാണാം. ഇപ്പം തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സമയത്ത് യെശയ്യാവ് യെരുശലേമിലാണ്. യെരുശലേമിൽ രാജാക്കന്മാരുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തിയായിട്ടാണ് യെശയ്യാവ് ഇവിടെ കഴിയുന്നത്. തൻ്റെ പ്രവചന ശുശ്രൂഷ ആരംഭിക്കുന്നത് ഉസിയ രാജാവ് മരിച്ച ആണ്ടിലാണ്, അതായത് 739 BC. യെശയ്യാ പ്രവചന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായം ആദ്യത്തെ 8 വാക്യങ്ങൾ വായിക്കുമ്പോൾ യെശയ്യാവിനെ ദൈവം തൻ്റെ ശുശ്രൂഷയ്ക്കായി വിളിച്ച സന്ദർഭം കേൾക്കാം. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. ആലങ്കാരിക പ്രയോഗങ്ങളാണ്. സറാഫുകൾ അവൻ്റെ ചുറ്റും നിന്നു. ഓരോരുത്തരും 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽമൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ ഒരു പരസ്പരം പറയുകയാണ്, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ, 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 സർവ്വഭൂമിയും അവൻ്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയം പുകകൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിനടുവിൽ വസിക്കുന്നു. എൻ്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കന്നെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ പറന്നു വന്നു. അത് എൻ്റെ വായ്ക്ക് തൊടുവിച്ചു. ഇതാ, ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകുമെന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട്, അടിയനിതാ, അടിയനെ അയക്കണമേ ഞാൻ പറഞ്ഞു. ഇത് നമ്മൾ വിശദമായി നമ്മൾ മുന്നോട്ടുള്ള പഠനങ്ങളിൽ നമ്മൾ പരിശോധിക്കുന്നതാണ്. ഇവിടെ ഈ സദാണ്
യെശയ്യാവിനെ ശുശ്രൂഷയ്ക്കായി വിളിച്ചതായ സന്ദർഭം. ആ ശുശ്രൂഷ 7-ാം നൂറ്റാണ്ടിൽ താൻ തുടർന്നു. വിശ്വസ്തയോടുകൂടി ദൈവനെ സംസാരിച്ചുകൊണ്ട് തൻ്റെ പ്രവചനങ്ങളെല്ലാം വളരെ ശക്തമായ സ്വാധീനം ചെലുത്തിയതാണ്. പ്രത്യേകിച്ച് പുതിയ പുസ്തകങ്ങളിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും. 22 തവണ യെശയ്യാപ്രവചന പുസ്തകത്തെ പരാമർശിക്കുന്നുണ്ട് പുതിയ നിയമത്തിൽ. അദ്ദേഹത്തെ മശിഹ പ്രവാചകൻ, മശിഹ എന്ന് പറഞ്ഞാൽ മശിഹ, വരാനിരിക്കുന്ന മശിഹയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകൻ എന്ന അർത്ഥത്തിൽ മശിഹയുടെ പ്രവാചകൻ എന്ന് യെശയ്യാപ്രവചനം അറിയപ്പെടുന്നുണ്ട്. മശിഹയായ ലോകരക്ഷകനായ മശിഹയുടെ ആഗമനത്തെക്കുറിച്ച് വ്യക്തമായി പ്രവചിച്ച ഒരു പ്രവാചകനാണ് യെശയ്യാവ്. 1-ാം അധ്യായത്തിലേക്ക് നോക്കാം. ആമുഖ പഠനം അവസാനിച്ചിട്ടില്ല. ആമുഖ പഠനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരും. എങ്കിലും 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മാത്രമൊന്ന് വായിക്കാം. അവിടെ പറയുന്ന ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം. യെശയ്യാപ്രവചന പുസ്തകം 1-ാം വാക്യം പല പ്രാവശ്യം വായിച്ചതായിരിക്കാം, എങ്കിലും വീണ്ടും കേൾക്കുക. ആമോസിന്റെ മകനായ യെശയ്യാവ് യഹൂദ രാജാക്കന്മാരായ ഉസിയാവ്, യോഥാം, ആഹാസ്, ഹിസ്കിയാവ് എന്നിവരുടെ കാലത്ത് യഹൂദയെയും യെരുസലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പൊ ഇവിടെ ഒരു ദർശനത്തെക്കുറിച്ച് പറയുന്നു. ഈ ദർശനം ലഭിച്ചത് ആഹാസിന്റെ മകനായ യെശയ്യാവിനാണ്. തൻ്റെ പ്രവചനം എന്ന് പറയുന്നത് നമ്മൾ കണ്ടു 24 തവണ. 2 തവണ യെശയ്യാവിൻ്റെ പേര് പറയുന്നില്ല. മർക്കോസ് 4:12, ലൂക്കോസ് 8:10. മൊത്തം 24 തവണ യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങൾ പുതിയ നിയമത്തിൽ 5 എഴുത്തുകാർ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, അപ്പോസ്തലനായ പൗലോസ്, ഈ 5 പേരും യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യങ്ങളെ ഉദ്ധരിച്ച് എഴുതിയിട്ടുണ്ട്. യെശയ്യാവ് യെരുശലേം ദേശക്കാരനാണ്. രാജാക്കന്മാർക്ക് സുപരിചിതനാണ്. പ്രത്യേകിച്ച് ഹിസ്കിയാവ് രാജ്യവുമായിട്ട് നല്ല സ്നേഹബന്ധം ഉണ്ടായിരുന്ന ഒരാളാണ്. യെശയ്യാ പ്രവാചകൻ വിവാഹിതനായിരുന്നു, 2 ആൺമക്കളുണ്ടായിരുന്നു എന്ന് 7:3, 8:3 നമ്മൾ കണ്ടു. 1-ാമത്തെ വാക്യം ദർശനം എന്ന് പറയും. ഇംഗ്ലീഷിൽ വിഷൻ ആൻഡ് സോ 2 വാക്കുകൾ കാണാം. മലയാളത്തിൽ ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ ദർശിച്ച അതായത് കണ്ട ദർശനം, ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയ ഒരു സത്യം, ദൈവം വെളിപ്പെടുത്തിയൊരു സത്യം. തൻ്റെ കൺമുമ്പിൽ എന്തെങ്കിലും കാണുകയല്ല, ആയിരിക്കില്ല, വിഷ്വലായിരിക്കില്ല, പക്ഷെ ദൈവം വെളിപ്പെടുത്തി കൊടുത്ത സത്യം, അമാനുഷികമായ വെളിപ്പെടുത്തൽ. പ്രത്യേക ഉദ്ദേശമുണ്ട്. കാരണം ദൈവികമായ വസ്തുതകളാണ്, അറിയിക്കേണ്ട രാജ്യങ്ങളോട് അറിയിക്കേണ്ട ദൈവിക വസ്തുതകളാണ്. ദർശനം എന്ന വാക്ക്, 1-ാം വാക്കിൽ ദർശനം എന്ന വാക്ക് കൃത്യമായി സാക്ഷ്യപ്പെടുത്തുന്നു. അസാമാന്യമായ അസാധാരണമായിട്ടുള്ള വിഷയങ്ങളാണ് ആ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഇത് ദർശനമായി ലഭിച്ച കാര്യങ്ങളാണ്. ഇതൊരിക്കലും തൻ്റെ മാനുഷിക അഭിപ്രായങ്ങളോ തൻ്റെ ചിന്തകളോ വിചാരങ്ങളോ അതിൽ നിന്ന് തൻ്റെ മനസ്സിൽ നിന്ന് ഉത്ഭവിച്ച കാര്യങ്ങളല്ല. ഇത് തനിക്ക് കിട്ടിയ ദർശനങ്ങളാണ്. പ്രത്യേകമായി ദൈവം പ്രവാചകന് നൽകിക്കൊടുത്ത ദർശനമാണ്. അപ്പം ഒരു പ്രവചന പുസ്തകത്തെ ദർശനം എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന യെശയ്യാവിൻ്റെ പുസ്തകവും ഒബദ്യാവിൻ്റെ പുസ്തകവും മാത്രമാണ്. ദർശനം എന്ന നിലയിൽ ആ പുസ്തകത്തിലെ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് യെശയ്യാവിൻ്റെ പുസ്തകത്തിലും ഒബദ്യാവിൻ്റെ പുസ്തകത്തിലുമാണ്. ആരെക്കുറിച്ചുള്ള ദർശനം എന്നും അവിടെ പറയും. അത് യഹൂദയെയും യെരുസലേമിനെയും പറ്റി ദർശിച്ച ദർശനം. യഹൂദ രാജ്യം, ഇസ്രായേൽ രാജ്യം, യഹൂദയെയും യെരുസലേമിനെയും പറ്റി ദർശിച്ച ദർശനം. അപ്പോൾ ഇത് എവിടെ ആർക്കു വേണ്ടി ഉള്ളതാണെന്നും അവിടെ വ്യക്തമായിട്ട് അവിടെ നൽകുകയാണ്. അത് ഭൂമിശാസ്ത്രപരമായി ഏത് രാജ്യത്തിന് വേണ്ടിയുള്ള ദർശനമെന്ന് കാണാൻ സാധിക്കും. പക്ഷെ അതേ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യെശയ്യാവ് പറയുന്ന കാര്യങ്ങൾ വെറും ആ 2 രാജ്യങ്ങളെക്കുറിച്ച് മാത്രമല്ല. ലോകം മുഴുവൻ ദൈവവചനപ്രകാരം ദൈവത്തിൻ്റെ മനുഷ്യർ ജീവിക്കുന്ന ലോകമെങ്ങുമുള്ള മനുഷ്യരെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ തൻ്റെ ദർശനത്തിലുണ്ട്. 2 വാക്യങ്ങൾ നമ്മൾ വായിക്കേണ്ടതുണ്ട്. യെശയ്യാവ് 26:9, 34:1. യെശയ്യാവ് 26-ാം അധ്യായത്തിന് 9-ാം വാക്യം പറയുന്നത്, ഞാൻ രാത്രിയിൽ നിന്നെ ആഗ്രഹിച്ചു, എൻ്റെ ഉള്ളിൽ എൻ്റെ ആത്മാവ് കൊണ്ട് തന്നെ ഞാൻ ജാഗ്രതയോടെ നിന്നെ അന്വേഷിക്കും. നിന്റെ ന്യായവിധികൾ ഭൂമിയിൽ നടക്കുമ്പോൾ. ഇറ്റ്സ് എ ബിബ്ലിക്കൽ വേൾഡ്. ഭൂമിയിലുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് യെശയ്യാവ് പറയുന്നത്. ഭൂമിയിൽ നടക്കുമ്പോൾ ഭൂവാസികൾ നീതിയെ പഠിക്കും. 34-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം കുറെ കൂടി വ്യക്തമായി പറയും. ജാതികളെ അടുത്തു വന്ന് കേൾപ്പീൻ, വംശങ്ങളെ ശ്രദ്ധ തരുവീൻ, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നതൊക്കെയും കേൾക്കട്ടെ. ഇപ്പോൾ ഒരു ചെറിയ രാജ്യത്ത് അല്ലെങ്കിൽ യഹൂദയെക്കുറിച്ച് മാത്രമുള്ള ദർശനമല്ല ഇത്. ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളെ ബാധിക്കുന്ന കാര്യങ്ങളാണ് യെശയ്യാവിലൂടെ പറയുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടു 4 രാജാക്കന്മാരുടെ കാലം, ഉസിയാവ്, ജോഥാം, ആഹാസ്, ഹിസ്കിയാവ്.
അത് കാലശാസ്ത്രപരമായി ഭൂമിശാസ്ത്രപരമായി ഏത് സമയത്താണ് ഈ ദർശനം കിട്ടിയതെന്ന് കാണിച്ചു തരുന്നു. 739 BC. അതാണ് ഉസിയ രാജാവ് മരിച്ച വർഷം. 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഉസിയ രാജാവിന്റെ മരണസമയം 739 BC. തുടർന്ന് ഹിസ്കിയാവിന്റെ കാലഘട്ടം വരെ, ഹിസ്കിയാവിന്റെ കാലഘട്ടം 686 BC വരെ എത്തും. അപ്പം ആ കാലഘട്ടം മുഴുവൻ, ആ കാലങ്ങളിലെല്ലാം ഭരിച്ച ഈ 4 രാജാക്കന്മാരുടെ കാലഘട്ടം ദൈവം സംസാരിക്കുകയാണ്. ഉസിയ രാജാവിന്റെ പേര് 3 തവണയാണ് പുസ്തകത്തിലുള്ളത്. 1-ന്റെ 1, 6-ന്റെ 1, 7-ന്റെ 1. ജോതാമിന്റെ പേര് 2 തവണ. ജോതാം എന്ന രാജാവിന്റെ പേര് 1-ന്റെ 1-ഉം 7-ന്റെ 1-ലും ജോതാം എന്ന രാജാവിന്റെ പേരിലാണ്. പക്ഷെ ആഹാസും ഹെസിക്കിയാവും 2 ധ്രുവങ്ങളാണ്. ആഹാസും ഹെസിക്കിയാവും. ആഹോസ് എന്ന് പറയുന്നത് വിശ്വാസക്കുറവിന്റെ, സഖ്യതയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായൊരു രാജാവിന്റെ ചിത്രമാണ് ആഹാസ് നൽകുന്നത്. പക്ഷെ മറുവശത്ത് ഹെസ്കിയാവ് എന്ന് പറയുന്നത് ദൈവം എപ്രകാരമുള്ള വിശ്വാസമാണോ ഒരാളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്, ആ വിശ്വാസത്തെ തെളിവ്, അനുഗ്രഹത്തിന്റെ മാതൃകയായിട്ട് ഹിസ്കിയാവിനെ കാണാം. മറുവശത്ത് ആഹാസ് സഖ്യതയ്ക്ക് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് ആഹാസിനെ കാണാം. 1-ാം അധ്യായത്തിൽ 2 മുതൽ 15 വാക്യങ്ങൾ ഒന്ന് പരാമർശിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ബാക്കി അടുത്ത തവണ. 2-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ കുറ്റാരോപണമാണ്. തൻ്റെ ജനങ്ങളെ, യഹൂദയെയും യെരുശലേമിനെയും, അതായത് ഇസ്രയേൽ 10 ഗോത്രങ്ങളടങ്ങുന്ന ഇസ്രയേലും 2 ഗോത്രങ്ങളടങ്ങുന്ന യഹൂദയെയും, ദൈവം അവയെ തൻ്റെ മുമ്പിൽ നിർത്തി തനിക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ പറയുകയാണ്. ദൈവത്തിൻ്റെ ജനമാണ്. അവർ മത്സരിച്ച് 2 ഗോത്രങ്ങളായി, 2 ഭാഗങ്ങളായി മാറിപ്പോയി. ഇപ്പം യെശയ്യാവിൻ്റെ വാക്കുകൾ വിഷയത്തിൻ്റെ കേന്ദ്രത്തെ, ഹൃദയത്തെ തന്നെ സ്പർശിക്കുന്ന കാര്യങ്ങളാണ്. എന്താണോ രാജ്യത്തിൻ്റെ അവസ്ഥ അത് വ്യക്തമായി കാണിച്ച്, നീ പുസ്തകം പഠിക്കുമ്പോൾ പുതിയ കാലത്ത് ജീവിക്കുന്ന ദൈവമായി ഇതിനെ സംബന്ധിച്ച്, ഇത് പഴയ കാലത്തെ ഒരു പുസ്തകം എന്ന് പറഞ്ഞ് കളയാനുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ ദൈവം നമുക്ക് പുതിയവ മാത്രമേ നൽകിയുള്ളായിരുന്നു. ഈ രാജ്യത്തോട് ദൈവം ഇടപെടുന്നത് ഇന്ന് നമ്മളോട് ഇടപെടുന്നതാണ്. ദൈവം തന്നെക്കുറിച്ച് വെളിപ്പെടുത്തി, ഇത്രയും ദൈവത്തെക്കുറിച്ച് മനോഹരമായി വെളിപ്പെടുത്തിയ, ഉന്നതമായി വെളിപ്പെടുത്തിയ മറ്റൊരു പുസ്തകമില്ല യെശയ്യാപ്രവചന പുസ്തകം പോലെ. അതൊക്കെ നമ്മൾ മുന്നോട്ടുള്ള പഠനങ്ങളിൽ കാണും. വളരെ ആവശ്യമായൊരു അറിവാണ് യെശയ്യാപ്രവചന പുസ്തക പഠനത്തിൽ ലഭിക്കുന്നത്. ഹൃദയത്തിൻ്റെ പരിശോധന നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ ഇതാ ഹൃദയത്തിലേക്ക്, വിഷയത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ആ രാജ്യത്തെ ബാധിച്ച വിഷയങ്ങൾ എന്താണ്, ഒരു ബാധ പോലെ ജനത്തെ നശിപ്പിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് യെശയ്യാപ്രവചനം വ്യക്തമായി പറയുകയാണ്. ശക്തമായ കുറ്റാരോപണമാണ്. പാപത്തെ ചൂണ്ടിക്കാട്ടുകയാണ്. പരിശുദ്ധനായ ദൈവം കടും ചുവപ്പായവരുടെ പാപങ്ങളെ ചൂണ്ടിക്കാട്ടുകയാണ്. അത് ഭരണാധികാരികളും ജനങ്ങളും ഒരുപോലെ ദൈവത്തിൽ കുറ്റക്കാരാണ്. 2-3 വാക്യങ്ങൾ മാത്രം വായിച്ച് നമുക്കിന്ന് അവസാനിപ്പിക്കാം. ആകാശമേ കേൾക്കാം, ഭൂമിയെ ചെവി തരിക, യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചിരിക്കുന്നു. കാള തൻ്റെ ഉടയവരെയും കഴുത തൻ്റെ യജമാന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, ഇസ്രയേലോ അറിയുന്നില്ല, എൻ്റെ ജനം ഗ്രഹിക്കുന്നുമില്ല. ഇന്നത്രയും വാസ്തവമാണ് ആ പ്രസ്താവന, ആ കുറ്റാരോപണം. ഇവിടെ പറയുന്നു, മക്കളെ, ഞാൻ മക്കളെ പോറ്റി വളർത്തും. ഇവരുടെ ഊന്നൽ നൽകി പറയുകയാണ്. ഇബ്രാഹിം ഭാഷയിൽ എഴുതപ്പെട്ട പുസ്തകത്തിൽ വളരെ ഊന്നൽ നൽകിയ വാക്കാണ് മക്കൾ എന്ന വാക്ക്. ഇസ്രായേൽ ജനം ദൈവത്തോട് മത്സരിച്ചു, അതിക്രമം കാണിച്ചു. ഇവിടെ 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അതേ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, മത്സരിച്ചിരിക്കുന്നു. 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ അതിൻ്റെ വിശാലമായ അർത്ഥത്തെ നോക്കിക്കഴിഞ്ഞാൽ, എന്നാൽ അതിക്രമികൾക്കും പാപികൾക്കും ഒരുപോലെ നാശം. അതിക്രമം, മത്സരത്തിൻ്റെ മറ്റൊരു വാക്കാണ്. മത്സരം എന്ന വാക്കാണ് ശരിയായ എൻ്റെ ആശയം. മത്സരിക്കുകയാണ് മനുഷ്യൻ ദൈവത്തോട്. മത്സരം എന്ന വാക്കിൻ്റെ ആശയം പഴയ പ്രവാചകന്മാരിലൂടെ ഇസ്രായേലിനോടും യഹൂദിയോടും ദൈവം പറയാൻ ആഗ്രഹിക്കുന്നതാണ്, നിങ്ങളിപ്പോൾ എന്നോട് മത്സരിക്കുകയാണ്. അത് ആമോസിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-6 വാക്യത്തിലും, ആമോസ് 9-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിലും 13-ാം വാക്യത്തിലും, ആമോസ് 2-ന്റെ 1, 4, 6 വാക്യങ്ങളിലും ഒക്കെ കാണാം മത്സരം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. അപ്പോൾ ഈ പുസ്തകം ഒന്ന് വായിച്ചിരിക്കുക, 1-ാം അധ്യായമെങ്കിലും വായിക്കും. നമ്മൾ ഓരോ അധ്യായങ്ങളും കടന്നു പോകും. വളരെ വേഗത്തിൽ തന്നെയായിരിക്കും പോകുന്നത്. പക്ഷേ ദൈവത്തിന് നമ്മോട് പറയാനുള്ള കാര്യങ്ങൾ തീർച്ചയായും നമ്മോട് പറഞ്ഞിരിക്കും. കേൾക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം. അപ്പോൾ ദൈവം തന്നെ ജനത്തോട് കുറ്റാരോപണം നടത്തുകയാണ്. ഇവരെ പ്രതികൂട്ടി നിർത്തി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആകാശത്തെ ഭൂമിയെ സാക്ഷി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ്. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരോ എന്നോട് മത്സരിച്ചു. ഇത്ര ശക്തമായ ആരോപണമാണ്. നമുക്ക് ജീവനും ശ്വാസവും വേണ്ടതെല്ലാം നൽകി തന്നു, തക്ക സമയം നമുക്ക് വേണ്ടി എല്ലാം ഒരുക്കി തരുന്ന ദൈവം
തന്നോട് ആവശ്യപ്പെടുന്ന വിധേയത്വം, അനുസരണം, സ്നേഹം, ബഹുമാനം, ആരാധന, അത് കൊടുക്കാൻ കഴിയാത്ത മനുഷ്യൻ. എത്ര വലിയ പാപമാണത്, എത്ര വലിയ തെറ്റാണ്. ഇപ്പോൾ യെശയ്യാ എന്ന് പറയുന്ന പ്രവാചകൻ ഈ സംഭവ ബഹുലമായ പ്രശ്നസങ്കീർണമായ ഒരു പശ്ചാത്തലത്തിൽ 10 ഗോത്രങ്ങൾ ഇസ്രയേൽ തകർന്നുകൊണ്ടിരിക്കുന്നു. 2 ഗോത്രങ്ങൾ, പ്രതീക്ഷയുള്ള 2 ഗോത്രങ്ങൾ യഹൂദ, കാരണം അവിടെ നിന്നാണ് മെസ്സിഹ വരേണ്ടത്, യഹൂദയുടെ സിംഹമായ മെസ്സിഹ. സംസാരിക്കുകയാണ് ദൈവം തൻ്റെ ജനത്തോട്. അവർ തിരുത്തേണ്ടത്, ഇന്നും നമ്മളോട് നാം മാറേണ്ടത്. തുടരാം അടുത്ത പഠനത്തിൽ. നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി നന്ദി. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു.